ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ നാട്ടിൽ ഇതിന് താലോലിക്ക എന്നൊക്കെ പറയും. താലോലിക്ക തോരൻ വയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ. നിങ്ങളുടെ അവിടേക്ക് എന്ത് പറയും ഗൈസ്? കമൻ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് താലോലിക്ക വറവുണ്ടാക്കാൻ പോവാണ്. ആദ്യം കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പൊ നന്നായിട്ട് അതിന്റെ തോലൊക്കെ ചെത്തി അങ്ങ് വൃത്തിയാക്കുക കേട്ടോ. ഇന്നവർക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ടല്ലോ. സത്യം പറഞ്ഞ എന്നെ പറ്റിച്ചു ഗൈസ്. കേടുപാടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് നല്ല ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തു. അവരെന്നെ പറ്റിച്ചു. അവരെയും കുറ്റം പറയാൻ കഴിയില്ല. ഞാൻ കൊണ്ടുവച്ചിട്ട് 2 ദിവസമായി. അപ്പോൾ ഇത്രയും നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇത് വെച്ചിട്ട് ഒരു ചെറിയൊരു തോരനുണ്ട്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു രീതിക്ക് നമ്മൾ കൈപ്പൊക്കൊക്കെ അരിയണ മാതിരി ചെറുതായിട്ട് വീതിക്ക് അരിഞ്ഞെടുക്കണം. പെട്ടെന്ന് വേവുന്ന സാധനം താലോലിക്ക എന്ന് പറയണേ. വിഷമായി ഗൈസ്. കാര്യമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് അതിൽ പാതി നമുക്ക് കിട്ടിയുള്ളൂ. ഇത് വെന്ത് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഇച്ചിരി ഉണ്ടാവുള്ളൂ. അതാണ് ഒന്നാമത്തെ വിഷമം. എന്നാ ദീക്ഷിത്തെ കഴിച്ചു നോക്കുന്നിങ്ങനെ വാട്ട് ഹാപ്പൻഡ്? മുറിക്കുന്നത് നോക്കുന്നതെല്ലാം കണ്ടായിരിക്കും. ഇപ്പം നാളെ എനിക്ക് മുറിച്ച് തരും. നോക്കിക്കൊണ്ടിരിക്കുന്ന വിചാരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോ ഗൈസ്, ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുന്നു. 2 പച്ചപ്പറങ്ങിയെടുത്ത്. അയ്യോ, ജസ്റ്റ് മിസ് ഗൈസ്. ഇല്ല, അറിയണില്ല. താഴെ പോയാനിപ്പോൾ ഇച്ചിരിയേ ഉള്ളൂ. സാരമില്ല അല്ലേ? വാ, സോറി. മുളകും കൂടി അരിഞ്ഞിടാനുണ്ട് ഗൈസ്. എന്നിട്ട് പോവാം നമുക്ക് വറക്കാൻ വേണ്ടിയിട്ട്. പച്ചമുളക് എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടി എടുക്കണം കേട്ടോ. അപ്പോൾ വായോ, നമുക്കിത് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ പാത്രം എടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി തോരൻ ഉണ്ടാക്കാം. പാനൊന്ന് ചൂടാവട്ടെ ഗൈസ്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. കടുക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി ഒഴിച്ചാൽ മതി, ഇത്തിരിയല്ലേ ഉള്ളൂ. കടുക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് തൊട്ട് കളിക്കരുത്, തരുക തുറക്കാൻ പാടില്ല. കടുക് വീണ കലഹം ഉറപ്പാണ് എന്ന് കേട്ടിട്ടുണ്ട്. അയ്യോ, പൊളിക്കുന്ന. ടീച്ചോ, ചെക്കനോട് വെള്ളം മറിച്ചിട്ട് ഞങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നമ്മുടെ ഹൗസ് ഓണറെ വീട്ടിൽ നിന്ന് കിണറിന്ന് കോരി എടുക്കാറാണ്. ബക്കറിൽ ബോർവെല്ലിലെ വെള്ളം കുടിക്കാൻ എടുക്കാറില്ല. ഹായ്, കറിവേപ്പില കിട്ടി ഗായ്സ്. 2 വേറെ ഏതെങ്കിലും പാത്രത്തിലിട്ടിട്ട് നാളെ വന്ന് ഇത് കടു പൊട്ടാത്തേ. ഇത്രയും സമയം വേണം കടു പൊട്ടാൻ. ഗ്യാസിനൊരു വിലയാ ഗൈസ്, കിട്ടാനില്ല. വേഗം ചൂടാവണല്ലേ. വേഗം ചൂടായിട്ട് വേഗം കടുവൊക്കെ പൊട്ടി വേഗം അയക്കണം കാര്യങ്ങളൊക്കെ. കറിവേപ്പില ഇട്ട് കൊടുക്കാം.
പിന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണക്കിയ ചെമ്മീനുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കാണുന്നുണ്ടോ? ഇപ്പം വന്നോണെങ്കിൽ അപ്പം നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. ചെമ്മീൻ്റെ ആ ഒരു മണം ഉണ്ടല്ലോ, ഉണക്കിയതിൻ്റെ സൂപ്പറാണ്. ഇതിൻ്റെ ഏകദേശം ഉണക്കിയമ്മീൻ്റെ ഒരു പാകമായി വന്നപ്പോൾ പാകമായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് നമ്മുടെ താലോലിക്കാന്നാണ് പറയാം നമ്മളവിടെ. നിങ്ങളുടെ അടുത്ത് എന്താ പറയാന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചെമ്മീൻ നന്നായിട്ട് നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് താലോലിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ തേങ്ങയൊന്നും ഇടുന്നില്ല. തേങ്ങ ഇടാറുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഇതിപ്പം കണ്ടോ നീ? ഇതിപ്പോൾ കണ്ടോ? അല്ലേ? ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളമൊന്നും നനയ്ക്കണ്ട. നമ്മുടെ താലോലിക്ക് കഴിഞ്ഞാൽ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും കേട്ടോ. വെള്ളമൊന്നും നനയ്ക്കണ്ട. നമുക്ക് ആവശ്യമുള്ള താലോലിക്ക് അത് വേവാനുള്ള വേവ് നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം വരും കാര്യം അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് അത് കുറച്ച് സമയം ഒന്ന് വെന്ത് വരട്ടെ. ചെറിയ തീയിൽ അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വെച്ചിട്ട് അടുക്കി പിടിച്ചു. അപ്പോൾ വേണ്ടേ ഒരു തുള്ളി വെള്ളം നനച്ചിട്ട് പോലും ഇല്ല കേട്ടോ. ഒരു തുള്ളി പോലും വെള്ളം നനച്ചിട്ടില്ല. അതിൻ്റെ വെള്ളം ഇതിപ്പോൾ ഇതിന് ഇത്ര പോലെ ആകുമ്പോൾ അടിപൊളി ആകുമെന്ന് പറയുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ ആ ചെമ്മീൻ ഉണക്കിയമീൻ ഇട്ടതിൻ്റെ ആ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. ഇച്ചിരി തേങ്ങ ഇട്ടാലോ? തേങ്ങ വേണ്ടാന്ന് വിചാരിച്ചതാ. തേങ്ങ ഇടുവാ. ഒരു ഇത്തിരി തേങ്ങയുണ്ട് ഗൈസ്. അപ്പം അത് നമുക്ക് ചിരവേലിടാനൊന്നുമില്ല. ഇത്തിരി ഇങ്ങനെ ചെറുത് എടുക്കാം. ശരിക്കും തേങ്ങ ഇടണം നിർബന്ധമൊന്നുമില്ല. തേങ്ങ ഇടാണ്ടും കഴിക്കാൻ. നോക്കി വെക്കണേ. കയ്യിൽ എനിക്ക് അടി ഉണ്ടാക്കാൻ. അതുകൊണ്ട് നിലത്തിട്ടാൽ എന്നിട്ട് എനിക്ക് വഴക്കിടാൻ വയ്യ ഗൈസ്. അയ്യോ അതെവിടുന്ന കൊതുക എന്നത്
ഈച്ച എന്തോ നിങ്ങൾ ഈച്ച വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മാങ്ങ അടുത്ത കൊടുത്തെല്ലാം മാങ്ങ കൊണ്ടുവെക്കുന്നതായിട്ട് അറിയിച്ചു ഈച്ച വരുമോ? ആ ഓക്കെ. ഇത്തിരി ഞാൻ ഒരു പേരിനെ തേങ്ങ ഇടുന്നുള്ളൂ കേട്ടോ. ഇനി അതിനായിട്ട് തേങ്ങ പൊട്ടിക്കാണ്ട് വയ്യ, അതുകൊണ്ട് ഇത്തിരി തേങ്ങ. ഇതാക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ അമ്മയോട് വന്നിട്ടേ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞ ഇത് തന്നെയാണ്. ആദ്യം കാണുമ്പോൾ പറഞ്ഞു വന്നു ചോദിച്ചു. പക്ഷെ നീ ഉദ്ദേശിക്കണ അമ്മമ്മ ആക്കുന്ന സാധനല്ലേ? അമ്മമ്മ പടവലങ്ങ ആക്കുന്നത് ഒരെണ്ണമല്ലേ പടവലങ്ങ. അതായത് ആ പുറത്ത് വെള്ള കളറിലൊക്കെ പടവലങ്ങ. അതെന്നെയാ പറഞ്ഞു. അതത് കാണുമ്പോൾ ഇതിങ്ങനെ ആകുമ്പോഴത്തേക്ക് ഏകദേശം സാധനം ഒരുപോലെ. പൗഡറാ അല്ല, അത് ഇത് കുമ്പളങ്ങ. ഇപ്പം പറയുന്നത് പുറത്ത് വെണ്ണീര് അങ്ങനെയുള്ള സാധനമില്ലേ, പൗഡർ കണക്കത്തെ കൈക്ക് മുട്ടിയ വെള്ള കളർ തന്നെ. അതെ, അതിത് അത് കുമ്പളങ്ങ. ആയില്ലാതെ ആവട്ടെ, ഞാൻ കഴിഞ്ഞിട്ട് നമ്മൾ ആയോ നോക്കിയോ. സംഭവം വന്നിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പൊ അതിൽ പോയില്ലേ, അപ്പൊ ഇച്ചിരിയേ ഉള്ളൂ. ഒന്നുമില്ല. നല്ലോണം അങ്ങനെ ഇറക്കി കൊടുത്താൽ സ്വല്പം എല്ലാത്തിലും ചെമ്മീനിട്ടിട്ട് തോരൻ ഉണ്ടാക്കുമ്പോൾ ചെമ്മീനിടും. അമ്മയുടെ കാര്യമാണ് കേട്ടോ. പുളിശ്ശേരി ഉണ്ടാകും. പുളിശ്ശേരി അല്ല, പുളിങ്കറി എന്ന് പറയും നമ്മുടെ അടുത്ത്. പുളിശ്ശേരി എന്ന് പറയുന്നത് തൈര് കൂട്ടിയിട്ട് മോര് കൂട്ടിയിട്ട് വെക്കുന്നതാണ് പുളിശ്ശേരി. പുളിങ്കറി എന്ന് പറയും, പുളി ഒഴിച്ചിട്ട്. അതിനകത്ത് അമ്മ ചെമ്മീൻ വറുത്തിട്ട് ഒരു ഇത് വയ്ക്കാറുണ്ട്. ഒരു ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല ഗൈസ് ആ പുളിങ്കറി. നമ്മുടെ കണ്ണൂർക്കാരുടെ സ്വന്തം പുളിങ്കറി. എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നമ്മളെ ഇവിടെയൊക്കെ ഉണ്ട്. മോരൊഴിച്ചിട്ട് പുളിശ്ശേരിയും വയ്ക്കും, പുളി ഒഴിച്ചിട്ട് പുളിങ്കറിയും വയ്ക്കും. അത് വേറെ വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് എണ്ണ താളിച്ചൊഴിക്കൂലേ, കടുക് പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ചെമ്മീനിട്ട് വറുത്തിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ തോല റെഡിയായി കേട്ടോ. ആ ചെമ്മീൻ്റെ ഒരു മണമില്ലേ, ഒരു രക്ഷയില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ താലോലിക്ക തോരൻ ഇവിടെ റെഡിയായി ഗൈസ്. ഇച്ചിരിയേ ഉള്ളൂ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അതിൽ പകുതി അടുപ്പിച്ച് നമ്മൾക്ക് കേട് വന്നുപോയി. അപ്പോൾ കേടായ ഭാഗം അരിഞ്ഞ് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് എടുത്തിട്ടാണ് ഞാൻ തോരൻ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ തോരൻ സൂപ്പർ തോരൻ ഇവിടെ റെഡിയായി ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മെയിനായിട്ട് വേണ്ടത് ചെമ്മീൻ ഇട്ടിട്ട്, ചെമ്മീനാണ് മെയിൻ. തേങ്ങ വേണമെങ്കിൽ ഇട്ടാൽ മതി. അത് എന്താ പറയണ്ടേ, താല്പര്യം ഉണ്ടെങ്കിൽ തേങ്ങ ഇടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തേങ്ങ ഇട്ടിട്ട് ചെയ്യാം. തേങ്ങ വേണമെന്ന് ഓപ്ഷണലാണ് തേങ്ങ. ചെമ്മീൻ ഇടണം കേട്ടോ. ചെമ്മീൻ ഇട്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ടാറ്റാ.